തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ, ഡെപ്യൂട്ടി മേയർ അടക്കം 9 കൗൺസിലർമാർക്കാണ് ഗുരുതരമായിട്ടുള്ള പരിക്ക് പറ്റി അവരെ മെഡിക്കൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. മേയറുടെ കാലിന് ഫ്രാക്ചറുണ്ട്, നല്ല ഗുരുതരമായിട്ടുള്ള പരിക്കുണ്ട്. ഡെപ്യൂട്ടി മേയർക്ക് തലക്കടിയേറ്റതിൻ്റെ പേരിൽ അവർ 2 തവണ ഛർദ്ദിച്ചു. മറ്റ് പ്രധാനപ്പെട്ട കൗൺസിലർമാർക്കെല്ലാം നല്ല പരിക്കുണ്ട്. വളരെ ആസൂത്രിതമായിട്ടുള്ള അക്രമമാണ് ഇന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിൽ LDFിൻ്റെ കൗൺസിലർമാരും ഗുണ്ടകളും ചേർന്ന് നടത്തിയത്. മേയറെയും ഡെപ്യൂട്ടി മേയറെയും സ്റ്റാൻഡിംഗ് കൗൺസിൽ മെമ്പർമാരെയും അകത്ത് കടത്താതിരിക്കാൻ കാലത്ത് മുതൽ വളരെ ആസൂത്രിതമായിട്ടുള്ള ഗൂഢാലോചന നടന്നു. അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി. അങ്ങനെ സമാധാനപരമായി കൗൺസിൽ യോഗത്തെ കോർപ്പറേഷൻ ഓഫീസിലേക്ക് പോയ കൗൺസിലർമാർക്കും ഡെപ്യൂട്ടി മേയർക്കുമെതിരെയാണ് ഈ ആക്രമണം നടന്നത്. ഈ ആക്രമണത്തെ ശക്തമായി അപലപിക്കുന്നു. ജനാധിപത്യ സംവിധാനത്തിൽ വെച്ചുപൊറിപ്പിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് CPM ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ 45 വർഷമായി CPM നടത്തിക്കൊണ്ടിരിക്കുന്ന ഭീകരമായ അഴിമതികൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഓരോന്നോരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതിലുള്ള ഭയാശങ്കയാണ് ഇത്തരത്തിലുള്ള അക്രമത്തിലേക്ക് തിരിയാൻ അവരെ പ്രേരിപ്പിച്ചത്. കോർപ്പറേഷൻ ഭരണം അട്ടിമറിക്കാൻ കുറച്ച് ദിവസമായി അവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇല്ലാ കഥകൾ പ്രചരിപ്പിച്ച് തെറ്റായ പ്രചാരണങ്ങൾ നടത്തി ഇപ്പോൾ അവസാനം അക്രമത്തിലേക്ക് അവർ തിരിഞ്ഞിരിക്കുകയാണ്. ഇതിനെ ശക്തമായി നേരിടുക തന്നെ ചെയ്യും. പല്ലും നഖവും ഉപയോഗിച്ച് നേരിടുക തന്നെ ചെയ്യും. BJP ഭരണത്തിൽ ഇവിടെ സമാധാനപരമായിട്ട് ജനങ്ങൾക്ക് നല്ല വികസന പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അതിനെ അട്ടിമറിക്കുകയാണ്. സർക്കാർ ഭൂമി കയ്യേറിയും കോർപ്പറേഷന്റെ സ്ഥാവര ജംഗമ വസ്തുക്കൾ കൈയടക്കിയും 45 വർഷം CPM നടത്തിയ ദുർഭരണത്തിനേറ്റ തിരിച്ചടിയായിരുന്നു ഈ തെരഞ്ഞെടുപ്പ്. നിർഭാഗ്യവശാൽ UDFും അവരോടൊപ്പം ഇപ്പോൾ കൂടിയിരിക്കുകയാണ്. സംസ്ഥാനത്തെ ഭരണകക്ഷിയായിട്ടുള്ള UDFിലെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ അംഗങ്ങളും CPMനോടൊപ്പം ചേർന്നിരിക്കുന്നത് തെറ്റായ നടപടിയാണ്. ഇതിനെതിരായ ശക്തിയായ പ്രതിഷേധം ഉണ്ടാവും. ഇതിനെതിരെ ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതം ഉണ്ടാവും എന്ന് ഓർമ്മിപ്പിക്കാൻ ഞാൻ ഈ അവസരം. 9 പേർക്ക് ഗുരുതരമായിട്ട് പരിക്കുണ്ട്. നിങ്ങളെല്ലാം അവരെ ചെന്ന് കാണണം. അവരുടെ കാലിലും കയ്യിലും അതുപോലെ തോളലിലും എല്ലാം പരിക്കേറ്റിട്ടുണ്ട്. തലയ്ക്ക് പോലും അടിയേറ്റിട്ടുണ്ട്. നിലത്ത് വീണ കൗൺസിലർമാരെ ചവിട്ടി മെതിച്ചുകൊണ്ടാണ് ഗുണ്ടകൾ, പല കോർപ്പറേഷൻ കൗൺസിലർമാരും ഗുണ്ടകളായിട്ടുള്ള പല കോർപ്പറേഷൻ കൗൺസിലർമാരും പ്രതികരിച്ചത്. അത് ദൃശ്യങ്ങൾ തന്നെ വളരെ വ്യക്തമാണ്. അതിന് നിയമപരമായിട്ട് അവർ പോയാൽ പോരെ. അതിനെന്തിനാണ് മേയറെ അടിക്കുന്നത്, ഡെപ്യൂട്ടി മേയറെ അടിക്കുന്നത്? മേയറെ തടയാതെ അദ്ദേഹത്തിന്റെ കാലിന് ഫ്രാക്ചർ വരുമോ? നിങ്ങൾ പോയി നോക്കുക. മേയറും ഡെപ്യൂട്ടി മേയർ ഉൾപ്പെടെയുള്ളവരാണ് അങ്ങോട്ട് പ്രകോപനമായി. ഇതിന് തെറ്റായ പ്രചരണമാണ് അവിടെ നടന്നത്. ആരെങ്കിലും ഭരണകക്ഷി പ്രതിപക്ഷത്തെ ആക്രമിക്കും? ഇത് സാമാന്യ ബുദ്ധിയുള്ള ആരെങ്കിലും വിചാരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഇത് തെറ്റായ നടപടിയാണ്. അതിനെ അപലപിക്കേണ്ടവർ അപലപിക്കണം. ഇതിനെതിരെ ശക്തമായ നടപടികൾ എടുക്കണം. പോലീസ് അടിയന്തരമായി ഇവർക്കെതിരായിട്ട് ജാമ്യമില്ലാ വകുപ്പുകൾ ചേർത്ത് കേസ് രജിസ്റ്റർ ചെയ്യണമെന്ന് ഞാൻ ആവശ്യപ്പെടും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.